അപ്പൊ അവിടെയുള്ള വാക്കാണ് തത്വാവലൂന. തത്താവല എന്ന് പറഞ്ഞാൽ നീളം കൂട്ടി മത്സരിക്കുക. രണ്ടട്ടി ബിൽഡിങ്ങുകളില്ലാത്ത ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം, അറബികൾ നീളം കൂട്ടിയ ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കും. ഇത് കേവലം ബുർജ് ഖലീഫയെ മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ കോൺക്രീറ്റിന്റെ കാടുകളായി അറേബ്യ മാറിയ ഒരു കാലത്ത് 2036 സൗദി ലോകകപ്പ് നടത്താൻ പോകുന്ന പ്രപ്പോസ്ഡ് പ്ലാൻഡ് സിറ്റി ഇനി ഉണ്ടായിട്ട് വേണം. നിലവിൽ ഉണ്ടായ സിറ്റിയിലല്ല, KSAയിൽ 36 വേൾഡ് കപ്പ്. ജിദ്ദക്കടുത്തുള്ള കടൽ പൂഴിയിട്ട് മണലിട്ട് നികത്തിയിട്ട് കോണിഷ് ആറടംബര സിറ്റി കെട്ടിയിട്ട് ഇനി അതിൽ വേണം ലോകകപ്പ് നടത്താൻ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് ഉണ്ട് ഗൾഫിൽ അറേബ്യയിൽ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. ഇനി അതിനേക്കാളും പൊക്കമുള്ള ബിൽഡിംഗ് വരും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മണ്ണായ ഹിജാസിൽ. 5-10 കൊല്ലത്തിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് എത്ര? 35 റുപ്യ. മുകളിലോട്ട് ചുമരുമ കൂടി പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ മിനിമം ചാർജിന് പോയി വരാൻ പറ്റാത്ത ബിൽഡിംഗ് ഉണ്ട്. ഇങ്ങനെ മുകളിൽ വരെ എത്തിയിട്ട് മീറ്റർ നോക്കിയിട്ട് ഓട്ടോ ഡ്രൈവർ പറയും 60 റുപ്യേൻ്റെ ഓട്ടോ ഉണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ മലയാളം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ 2 വിഷയം, ദീൻ മനസ്സിലാക്കാൻ 2 വിഷയം. ഒന്ന്, ആ പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രണ്ടാമത്തേത്, ഇത് പുലരാത്ത കാലത്തെ സഹാബികൾ അത് കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് അത് അവിശ്വസിച്ചില്ല എന്നുള്ളത്. ആടെയാണ് ദീനിന്റെ മധുരം. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞോ, എന്നാൽ ഉണ്ടായിരിക്കും. അവരുടെ വിശ്വാസത്തിന്റെ ഒരു ബോധ്യം നോക്ക്. ഞാൻ ഇന്നലെ ആകാശത്തിന്റെ മുകളിൽ പോയി തിരിച്ചു വന്നു, അള്ളാനെ കണ്ടു, നിസ്കാരം കിട്ടി എന്ന് റസൂലുള്ള പറയുമ്പോഴേക്ക് ഇൻ കാലഫഖദ സദഖ. അതാണ് അൽ ഇസ്ലാമു അത്തസ്ദീഖു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയുന്നതിനെ അപ്പടി വിശ്വസിക്കുന്നതിന്റെ പേരാണ് അൽ ഇസ്ലാം. അല്ലാതെ നാസ പറഞ്ഞു, മൈക്കിൾ എച്ച്ഹാർട്ട് പറഞ്ഞു, വള്ളത്തോള് പറഞ്ഞു, കുഞ്ചൻ നമ്പ്യാർ പാടി, അതൊക്കെ ഒരു പൊടിപ്പിനും തൊങ്ങലിനും ഒരു മല്ലി മസാല വിതറുകയാണ്. ഇസ്ലാമിന്റെ മർമ്മം അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചൊക്കെ, ഒരു 100 കൊല്ലം മുമ്പ് ഈ കടുവാപ്പള്ളി ഓലമേഞ്ഞ ഓടുമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ, ഓലമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ അന്ന് പറയുകയാണ്. ഇനി അതിനേക്കാളും ഗതിയില്ലാത്തൊരു കാലത്ത് പറയുകയാണ്, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി, ഈ നാട് അമ്പരചുംബികളായ ബിൽഡിങ്ങുകളായി മാറുന്നു പറഞ്ഞാൽ, അന്ന് ആ പ്രസംഗം നടത്തിയ ഖതീബിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടാവുന്ന നാട്ടുകാർ പറയൂലേ, ഉസ്താദേ നിങ്ങളെ നമ്മൾ ജോലിക്ക് നിയമിച്ചു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ ഒന്ന് മയത്തിൽ തള്ളണം എന്ന് പറയൂലേ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് കാലത്താ റസൂലുള്ളാഹിന്റെ ഈ പ്രവചനം? ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും ഒരുപോലെ. അതാണ് ആ കാലത്തിന്റെ അവസ്ഥ സഹാബികൾ പറഞ്ഞത്. നമ്മൾ ഈ ഗാസാന്റെ ഒക്കെ ന്യൂസ് വായിക്കുന്നുണ്ടല്ലോ, അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. ഞാൻ ആരെയും ചെറുതാക്കുകയല്ല. ഹമാസിന്റെ പോരാളികൾക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, ഗാസക്കാർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, എതിരാളികളെ അള്ളാഹു തകർക്കട്ടെ. പക്ഷെ അത് ചരിത്രപരമായ ആവർത്തനമാണ്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും സെയിം. എന്താ? ഞങ്ങൾ തിന്നുന്നതും പുല്ല്, ഒട്ടകം തിന്നുന്നതും പുല്ല്, രണ്ടും കറുകപ്പുല്ല്. കാഷ്ടം ഉണങ്ങിയാൽ അതും കറുപ്പ് കട്ട, ഞങ്ങളുടേതും കറുപ്പ് കട്ട. ഏതാണ് മനുഷ്യൻ കാട്ടിച്ചത്, ഏതാണ് ഒട്ടകം കാട്ടിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്ന് ഓർത്ത് പറഞ്ഞ സഹാബികളുടെ അനുയായികളുടെ പേരാണ് ലോക മുസ്ലിങ്ങൾ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടാൻ പാടില്ല. നമ്മൾ ഇന്ന് പാൽക്കുപ്പികളായി മാറി, അത് വേറെ വിഷയം. ഇന്ന് നമ്മൾ പാൽക്കുപ്പികളാണ്. അനുഭവങ്ങളില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പരിവട്ടമില്ലാത്ത, പട്ടിണി അറിയാത്ത. നോമ്പിനൊക്കെ നമ്മൾ വെറുതെ പറയും പട്ടിണി അറിയാനാണ് നോമ്പ്, വെറുതെ. നമുക്ക് ഗ്യാരണ്ടിയാണ് 6:40 ടേബിളിൽ മുഴുവനും ഓണപ്പൂക്കളം പോലെ സദ്യ ഉണ്ടാകുന്നു. ആ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് പകൽ നമുക്ക് നോമ്പ് നോക്കുമ്പോൾ ആവേശം. എല്ലാ ആവേശമൊന്നും ഉണ്ടാവില്ല.
ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ളിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളമോ എയർ ഡ്രോപ്പ് ചെയ്തെങ്കിൽ മാത്രം കിട്ടും എന്നാണ് അവസ്ഥയെങ്കിൽ റമദാൻ നോമ്പിന് ഈ പറയുന്ന ആവേശമൊന്നും ഉണ്ടാവില്ല. അവർക്ക് അനുഭവമുണ്ട്, നമുക്ക് അനുഭവമില്ല. വലിയ വലിയ സംഗതികളാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും ഒരുപോലെ എന്ന് പറഞ്ഞ ആ കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കെട്ടിടമുണ്ടാക്കി മത്സരിക്കുന്ന അറബികൾ വരും. ആരും അവിശ്വസിച്ചില്ല, ആരും അതിശയോക്തി പറഞ്ഞില്ല, മരത്തിൽ തള്ളൂ എന്ന് പരിഭവപ്പെട്ടില്ല, മനസ്സാതിനെ നിരാകരിച്ചില്ല. അത് വന്നിരിക്കും, വിശ്വസിച്ചു. കാരണം എന്താണ്? ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള, ഈ ഭൂമിയെ അള്ളാഹു എനിക്ക് കോണാക്കി മടക്കി തന്നു. ഫറഅയ്തു മശാരികഹാ വ മഗാരിബഹാ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹഖീഖത്ത് മുഹമ്മദിയ മനസ്സിലാവലാണ് ദീനുൽ ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള, ഈ കടലാസ് ഉണ്ടല്ലോ, ഇത് ഇങ്ങെന്നും മടക്കിയിട്ട് ഇങ്ങനെയും മടക്കി ഇങ്ങനെയും മടക്കി ഒരു ഫോൾഡറാക്കി ഈ ഭൂമിയെ മുഴുവനും ഒരു ചെറിയ ഒരു ഫോൾഡറാക്കി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, ചുരുക്കി തന്നു. ഫറഅയ്തു മശാരികഹാ വ മഗാരിബഹാ, അതിന്റെ കിഴക്കും പടിഞ്ഞാറും ഞാൻ സമയദൂര പരിമിതികൾക്കപ്പുറം മനസ്സിലാക്കി. അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ആ ലൈവ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യവും. അറബികൾ കെട്ടിടമുണ്ടാക്കി മത്സരിക്കും. ഞാൻ അറബികളുടെ കുഴപ്പമോ ദോഷമോ പറഞ്ഞതല്ല, ഒരു പുലർന്ന പ്രവചനം പറഞ്ഞതാണ്. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കുകയും ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കുകയും ചെയ്ത, മഴ പെയ്താൽ ചോർന്നലിക്കുമെന്ന് സഹാബികൾ രേഖപ്പെടുത്തിയ പള്ളിയെക്കുറിച്ചും അതേ പ്രവചനം. ദജ്ജാൽ ചോദിക്കും, ആ പള്ളിയെക്കുറിച്ച് ലിമനിൽ കസറുൽ അബിയദു ഹാദാ. ഞാൻ ഷോർട്ടാക്കുന്നു, ഓടിപ്പോകും. നൂറുകണക്കിന് ഹദീസുകൾ. മദീനയിലെ മസ്ജിദിനെ നോക്കിയിട്ട് അവസാന കാലം ദജ്ജാൽ വരുമ്പോൾ ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം, ഈ വൈറ്റ് പാലസ്? അത് പറഞ്ഞ കാലം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ പള്ളി, ഒരു കൂടാരം. എന്നിട്ട് റസൂൽ പറയുന്നതാണ്, ഈ കൂടാരം നോക്കിയിട്ട് കുറെ കാലം കഴിഞ്ഞാൽ ദജ്ജാൽ ചോദിക്കും, ആരതാണ് ഈ കൊട്ടാരം? കസറുൽ അബിയൽ എന്നുള്ള ഒരു വാക്കിന്റെ ആശയം തന്നെ സഹാബികൾക്ക് എങ്ങനെ മനസ്സിലാവും? അവർ ഈ വെള്ളക്കൊട്ടാരമൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. ഖുർആനിലൊക്കെ ഉണ്ടല്ലോ ബൽക്കീസിന്റെ കൊട്ടാരം. അന്നുണ്ട്, ലോക വൻശക്തിയൊക്കെ അന്നുണ്ട്. റോമൻ സാമ്രാജ്യമുണ്ട്, ബൈസന്റൈൻ ഉണ്ട്, സസാനിയൻ ഉണ്ട്, ആഫ്രിക്കയിൽ നേഗസ് ഉണ്ട്, യമനില് ഈ പറയുന്ന രാജവംശങ്ങളുണ്ട്. പക്ഷെ അവരെ നാട്ടിൽ കൊട്ടാരമൊന്നുമില്ല. പക്ഷെ 1500 കൊല്ലം കഴിഞ്ഞപ്പോ ഭൂമിയിലെ ഇന്ന് അമേരിക്കയിലെ പാർലമെന്റ് ആണല്ലോ വൈറ്റ് ഹൗസ്. അതിനേക്കാളും മനോഹരമായ വൈറ്റ് ഹൗസ് ആണ് മദീനയിലെ വൈറ്റ് പാലസ്. മദീനയിൽ നമ്മൾ പോവേണ്ടത് വൈറ്റ് പാലസ് കാണാനൊന്നുമല്ല, അത് വേറെ വിഷയം. മാർബിൾ മല കാണാനോ, സ്വയം പെരിയുന്ന കൊട കാണാനോ, തണുപ്പ് കിട്ടുന്ന ഫ്ലോറിൽ നിൽക്കാനോ ഒന്നുമല്ല, അത് വേറെ വിഷയം. പക്ഷേ മദീനയിലെ മസ്ജിദ് നബവി എന്താണെന്നൊരു വൈറ്റ് പാലസ് ആണ്. ഞാൻ ഈ ഗാസയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പോലും എത്ര കൃത്യമായ ഹദീസുകളാണുള്ളത്, എത്ര കൃത്യമായ ഹദീസാണ്. നമ്മുടെ വിശ്വാസം, ഞാൻ ഒന്നുകൂടി പറയുന്നു, ആരെയും ചെറുതാക്കാനും വലുതാക്കാനൊന്നുമല്ല. സയ്യിദിന ഇമാമുൽ മഹ്ദി റഹിമഹുല്ല അവരുടെ നേതൃത്വത്തിലാണ് ഇനി അൽ അഖ്സ മോചിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇതാണ് അഹ്ലുസുന്നയുടെ ഒരു മൻഹജ്. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒന്നും പറയാൻ ഞാനില്ല. അതിനിടയിൽ വേറെ മോചനം നടക്കൂല എന്ന് പറയാൻ നമുക്ക് പറ്റുമൊന്നുമില്ല. അതേസമയം ഇമാം മഹ്ദിയിലൂടെ ഒരു ആത്യന്തികമായ മോചനമുണ്ട്. അൽ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദസിന് ഒരു യുദ്ധം അവിടെ നടക്കും. ഹർമജദ്ദൂൻ, ബൈബിൾ ഓൾഡ് ടെസ്റ്റിമണിയിലും ആ പേരുണ്ട്, ഹർമജദ്ദൂൻ ബിബ്ലിക്കലാണ്. അത് ഇമാം മഹദിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും ബനുൽ അസ്ഫറും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ഞാൻ അങ്ങോട്ടൊക്കെ പോവല്ല. ബനുൽ അസ്ഫർ മീൻസ് മഞ്ഞ വെള്ള മുഖമുള്ളവർ, വെസ്റ്റേൺസ്, യൂറോപ്യൻസ്. അതിൽ ഈ വെസ്റ്റേൺസ് മുസ്ലിങ്ങളെ ചതിക്കും എന്നൊക്കെയാണ് ഹദീസ്. ഞാൻ ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം പറയാം. അങ്ങനെ ഹർമജദ്ദൂൻ യുദ്ധം, ഇങ്ങനെ സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഹർമജദ്ദൂൻ യുദ്ധം കൊടുമ്പിരിക്കൊള്ളവേ ഫയൻസിലോ ഈസ ഇബ്നു മറിയം,
മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. നമ്മൾ ഈ ഫേസ്ബുക്കിലും പത്രത്തിലും ചാനലിലൊക്കെ ഗാസ, പലസ്തീൻ, ജോർദാൻ, മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ നറേഷനല്ല ആലോചിക്കേണ്ടത്. അതിനൊരു തിയോളജിക്കൽ, എസ്കറ്റോളജിക്കൽ, ഒരു മതവിശ്വാസപരമായ, പരലോക വിശ്വാസ സംബന്ധിയായ ഒരു തലം കൂടി അവിടെയുണ്ട്. ഫയൻസിലു ഈസ ഇബ്നു മറിയം, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. എവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്? എവിടെ ഇറങ്ങി വരിക? ഇന്ദൽ മിനാറത്തിൽ ബൈദാഇ ശർഖിയ്യ ദിമഷ്ക ഫീ മിഹർവദത്തൈൻ വാലിയൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ ഇദാ റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുബാനുൻ കല്ലുലു. സ്വഹീഹ് മുസ്ലിം. ഡമസ്കസ് പട്ടണത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ജുമുഅ മസ്ജിദിന്റെ വെളുത്ത മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇതൊക്കെ കേവലം ഒരു പ്രവചനാണോ? ഫയൻസിലു ഈസ ഇബ്നു മറിയം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ പറയല്. അതൊരു മലയാളത്തിന്റെ ഒരു മര്യാദ ഭാഷയാണ്. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇത് രണ്ടും അല്ലെങ്കിൽ സിഹാഹു സിത്ത നിഷേധിക്കുന്നത് ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ നിഷേധിക്കുന്നത് ഹദീസ് നിഷേധിക്കുന്നതിന് തുല്യമാണ്. രണ്ടും മുതലാസിമാനിയാണ്. നമ്മളൊരു നാടൻ പ്രയോഗമാണ് ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരി. ഒരു മര്യാദയുടെ സംസാരമാണത്. വിശദീകരണം നോക്കിയ എല്ലാം ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്ന, ഒന്ന് മുഹസ്സിസും മറ്റത് മുഹസ്സസും. ഞാൻ സങ്കീർണമാക്കുകയല്ല, എല്ലാം ഒന്ന് തന്നെയാണ് അതിൻ്റെ ആശയത്തിൽ. ഫയൻസിലു ഈസ ഇബ്നു മറിയം എവിടെ? ഇന്ദൽ മിനാറത്തിൽ ബൈദാ, വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ, ശർഖിയ്യ ദിമഷ്ക, ഡമസ്കസ് നഗരത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ജുമുഅത്ത് പള്ളിയുടെ വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസാ ഇറങ്ങി വരും. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന പോലെയാണ് പറയുന്നത്. ഫീ മിഹർവദത്തൈനി, ഇളകിയാടുന്ന രണ്ട് മേൽവസ്ത്രങ്ങളുമായി, ചായം പൂശിയ രണ്ട് കുപ്പായങ്ങളുമായി, വാലിയൻ കഫൈഹി, ഇറങ്ങി വരുന്ന ആ ഷേപ്പ് മസീഹുല്ലയുടെ രണ്ട് കൈയും മൂന്നിയിട്ടായിരിക്കും. മല അജ്നിഹതി മലക്കൈൻ, രണ്ട് മലക്കിന്റെ രണ്ട് ചിറകിന്മേൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇറങ്ങി വരിക. ആ ഇറങ്ങി വരുന്നതിന്റെ ആ ലാൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണ്. ഇദാ റഅസഹു ഖതറ, താഴെ വന്നിറങ്ങുമ്പോ, തല കുലുങ്ങുമ്പോ ജലഗണങ്ങൾ തെറിച്ച് വീഴും. വഇദാ റഫഅഹു, സ്വീകരിക്കാൻ വന്ന ആളുകളെ നോക്കാൻ തല പൊക്കിയാലോ, തഹദ്ദറ മിൻഹു ജുബാനുൻ കല്ലുലു, മുത്തുമണികളെന്ന പോലെ ജലഗണങ്ങൾ വീണ്ടും നാനാഭാഗത്തേക്ക് പ്രസരിക്കുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തലാത്തില്ലുമ്പം പിന്നെയും ശക്തി പോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ എന്താ ഇത്ര വലിയ പുതുമയെന്നറിയാം? ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇന്ന് നമ്മൾ പറയുകയാണ് അമേരിക്കയുടെ ക്യാപിറ്റലായ വാഷിങ്ടണിൽ ലോക ഇസ്ലാമിൻ്റെ ആസ്ഥാനം വരുമെന്ന് പറഞ്ഞാൽ, എന്ന് ഞാൻ പറയോ എന്നുള്ളത് വേറെ വിഷയത്തിന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്നേക്കാളും വലിയ വിഡ്ഢി ഈ ലോകത്തില്ല നിങ്ങൾ പറയില്ലേ? ചൈനയുടെ ക്യാപിറ്റലായ ബീജിംഗ് ആയിരിക്കും ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ലോക ഇസ്ലാമിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വിഡ്ഢി ലോകത്തില്ല നിങ്ങൾ പറയൂലേ? പറയണമല്ലോ. എന്നാൽ അതിന് തുല്യമാണ് എന്ത് അറിയോ? ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ജുമുഅ പള്ളി വന്നിട്ട് വെളുത്ത മിനാരത്തിന്റെ ചുവട്ടിലായിരിക്കും മസീഹ് ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു സംസാരമാണ്. ഒരു വിശ്വാസത്തിന്റെ നേതാവ് ലാൻഡ് ചെയ്യുക എവിടെയാ? എൻ്റെ പടച്ചതമ്പുരാൻ, നിങ്ങൾ എന്നെ തീരെ ഉള്ളു തുറന്ന് ശ്രദ്ധിക്കുന്നില്ലാലോ. എന്താണ് റബ്ബേ ഞാൻ പറയേണ്ടത്? ഒരു ലോക നേതാവ് എവിടെയാ ലാൻഡ് ചെയ്യുക? ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, മുഖ്യമന്ത്രി അല്ലെ, ലോക നേതാവ് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുന്നതാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള കേന്ദ്രം ഏതായിരിക്കും? ഏറ്റവും സേഫ്റ്റിയുള്ള നാടായിരിക്കും അല്ലേ? സേഫ്റ്റി വേണ്ടേ? ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള നാടായത് കൊണ്ടാണല്ലോ, ഉണ്ടാകുന്ന നാടായത് കൊണ്ടാണല്ലോ മസീഹ് അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ സിറിയ ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും സേഫ് മണ്ണായി മാറും. സിറിയയുടെ ക്യാപിറ്റലാണ് ഡമസ്കസ്. ഡമസ്കസിന്റെ അറബിയാണ് ദിമഷ്ക്. ഇത് പറയുമ്പോൾ ഡമസ്കസിൽ ഇസ്ലാം എത്തിയിട്ടില്ല. ഡമസ്കസ് അന്ന് സിറിയ, ഇന്ന് സിറിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അന്നത്തെ അറബ് പേര് ഷാം എന്നാണ്. ഷാം അന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കൊമേഴ്ഷ്യൽ സിറ്റിയാണ്, വാണിജ്യ നഗരമാണ്. റോമ സാമ്രാജ്യത്തിന്റെ വാണിജ്യ നഗരമാണെന്ന് ഷാം. ആൾക്കാർ കച്ചവടത്തിന് പോകുന്ന പ്രദേശമാണ്. അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഹെറാക്ലീസിന്റെ ഹിർക്കലിന്റെ നാടാണ്. അന്നത് നസാറ മണ്ണാണ്. ഇന്ന് എന്താണോ റോമിലെ വത്തിക്കാൻ, ഇന്ന് എന്താണോ വത്തിക്കാൻ സിറ്റി, ആ സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയാണ് അന്ന് ദിമഷ്ക്. ആ ഡമസ്കസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഡമസ്കസ് നാളെ ഈസാ അലൈഹിസ്സലാമിനെ സ്വീകരിക്കും. സഹാബികൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഡമസ്കസിൽ ഇസ്ലാം എത്തി. മുസ്ലിങ്ങൾ സിറിയ കീഴ്പ്പെടുത്തി. അധികം വൈകിയില്ല, സയ്യിദന ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് തന്നെ. പിന്നീട് എന്നിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സിറിയയുടെ ക്യാപിറ്റലായ ഡമസ്കസിൽ അമവിയാക്കൾ ജുമാ പള്ളി കെട്ടുന്നത്. ഉമർ തങ്ങളുടെ കാലത്തും അവിടെ ജുമാഅത്ത് പള്ളിയില്ല. അമവിയ ഖിലാഫത്തിന്റെ കാലത്താണ് അവിടെ ജുമാഅത്ത് പള്ളി വരുന്നത്. ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് അന്നുമുണ്ട് വെളുത്ത മിനാരം, ഇന്നുമുണ്ട് വെളുത്ത മിനാരം. നാളെ ഉണ്ടാകും എന്നുള്ള അതിവാദമൊന്നും എനിക്കില്ല. പക്ഷെ മസീഹുല്ലാഹി ഇറങ്ങുമ്പോൾ ഉണ്ടാകും. എല്ലാ ആഭ്യന്തര യുദ്ധവും, എല്ലാ ബോംബിങ്ങും, എല്ലാ ഹൈഡ്രജൻ ബോംബും, എല്ലാ കെമിക്കൽ ബോംബും, എല്ലാ അട്ടിമറിയും, എല്ലാ ബസാറുൽ അസദും, എല്ലാ പുതിയ ചങ്ങാതിയും ഒക്കെ വന്നിട്ടും ഈ സിറിയയുടെ, ഈ ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരം സേഫാണ്. നാളെ ഉണ്ടാകുമെന്ന് പറയുന്നില്ല. പൊളിഞ്ഞാൽ മറ്റന്നാൾ വേറെ വരുമായിരിക്കും. പക്ഷെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആ വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസാ ഇറങ്ങി വരും. നമുക്ക് സമാധാനമുണ്ടാകണം. ബൈത്തുൽ മഖ്ദസിലേക്ക് റാലി പോകും, ജാഥ പോകും. എന്നിട്ടോ അവിടെ സയ്യിദുനാ ഇമാമുൽ മഹ്ദി സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നത്. ഇതൊക്കെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇമാം മഹദി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം കൂടി ചിന്തിക്കണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പേര് കൂടിയാണ് മഹദി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആകെ ലിസ്റ്റിട്ടുള്ള ഒരു 100 മഹദി എന്ന് ജീവിക്കുന്നുണ്ടാവും. 50 കഞ്ചാവ് അടിക്കുന്നുണ്ടാവും. ഇന്ന് കേരളത്തിൽ ഏറ്റവും മിനിമം ഞാനാണ് മഹദി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഷെയ്ഖാണ് മഹദി എന്ന് പറഞ്ഞിട്ട് ഒരു 100 ആളുണ്ടാവും. ഒരു പക്ഷേ അതിൽ നല്ലൊരു ശതമാനവും ഇന്ന് നിലവിൽ കഞ്ചാവ് അടിക്കുന്നുണ്ടാവും. ഇന്ന് ലോകത്ത് ഏറ്റവും മഹദി ഉള്ളത് ഇറാനിലാണ്. വേറെ വലിയൊരു മഹദി ഉണ്ട് 2026, ഇതാ 26 ഡിസംബർ 31 രാത്രി 11:59 മക്കയിൽ വരുന്ന വ്യക്തി എന്ന് പൂജിക്കപ്പെടുന്നൊരു മഹദിയുണ്ട് ലണ്ടനിൽ. നമ്മൾ അറിയാഞ്ഞിട്ടാണ്. ഈ മനുഷ്യന്മാരെ ബ്രെയിന് എലി കരണ്ട് പോവാന്ന് പറയലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എനിക്ക് ഒന്ന് പെരിച്ചാഴി കരണ്ട് പോവാണ്. അൽറ ചാനൽ എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്. അവിടെ നിങ്ങൾ സഹോദരനോ സഹോദരി അതൊക്കെ ഫോളോവേഴ്സ് ആണെങ്കിൽ സംസം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് കയറി വരണം. ആ ജാതി വെഡിത്തങ്ങളാണ് പറയുന്നത്. യൂനുസ് അൽ ഗോഹർ ഷാ ഒരു പുതിയൊരു ചങ്ങാതിയാണ്. അയാളെ ഗുരുവാണ് റിയാസ് അൽ ഗോഹർ ഷാ. പാകിസ്ഥാനിന് പെണ്ണും കഞ്ചാവുമായിട്ട് നാട്ടുകാർ അടിച്ചോടിച്ചതാണ്. നാട് വിട്ടതാണ് ലണ്ടനിലേക്ക്. 2005 മറ്റോ, വർഷം കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയെന്ന് അറിയില്ല, തിരോധാനം ചെയ്യപ്പെട്ടു. ആ കഞ്ചാവടിയനെ കുറിച്ചാണ് പറയുന്നത്. 2026 ആ റിയാസ് അൽ ഗോഹർ പുനരുജ്ജീവിപ്പിക്കപ്പെടും, പുനരാനയനം കൊള്ളും മക്കയിൽ. അതായിരിക്കും മഹദി. ഇന്ന് നിലാവിലുണ്ട് ആ റിയാസ് അൽ ഗോഹർ ഷായുടെ ചിത്രം. ഇതൊക്കെയാണ് 2025 എഡ്യൂക്കേറ്റഡ് ആയ, എല്ലാ ഭാഷ അറിയുന്ന, ടെക്നോളജി അറിയുന്ന അഭ്യസ്ത വിദ്യന്മാരുടെ മഹദി പ്രേമം.